ജെറി ഉടൻ തന്നെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. ജെറിയെ കണ്ടതും തന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് ടൈലർ ജെറിയെ കളിയാക്കുന്നു. നിങ്ങൾക്ക് ഇത്തവണ ടിക്കറ്റ് വാങ്ങാൻ സാധിക്കുകയില്ലെന്നും ഞങ്ങൾ ഓൾറെഡി വിജയികളായിട്ടുണ്ടെന്നും ടൈലർ പറയുന്നു. ജെറി എന്നാൽ അത് കാര്യമാക്കുന്നില്ല. ജെറിയുടെ മനസ്സിൽ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. താൻ റിട്ടയർ ആയിട്ടുള്ള ഒരു വൃദ്ധനാണെന്നും തനിക്ക് മറ്റൊന്നും ഇനി ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ലോട്ടറി വാങ്ങുന്നതെന്നും ജെറി പറയുന്നു. എന്നാൽ ഇവർ രാജ്യത്തെ തന്നെ ഇത്രയും പ്രസിദ്ധമായ കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ലേ എന്നും അതിനാൽ തന്നെ ഈ കുട്ടികൾക്കും ലോട്ടറിയിൽ നിന്നുള്ള ലാഭം വീതിച്ചു കൊടുക്കണമെന്നും ടൈലറിനോട് ജെറി പറയുന്നു. ഇങ്ങനെ പോയാൽ ഇവരെ നീ ഭാവിയിൽ എങ്ങനെ സഹായിക്കുമെന്നും ജെറി കൂട്ടിച്ചേർത്തു. ഇവരുടെ കയ്യിൽ ആകെയുള്ള സമ്പത്ത് അവരുടെ വിദ്യാഭ്യാസമാണ്. ഇങ്ങനെ പോയാൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ സാധിക്കുകയില്ലെന്നും ജെറി പറയുന്നു. ഇത്രയും പറഞ്ഞ് ജെറി അവിടെ നിന്ന് പോകുന്നു. ജെറിയുടെ വാക്കുകൾ കുട്ടികളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവിടെ നിന്ന് പോയ ജെറി സ്റ്റീവിനോട് സംസാരിക്കാനായി പോകുന്നു. സ്റ്റീവിനോട് സംസാരിച്ച് ജെറിക്ക് ഒരു ഐഡിയ തോന്നുന്നു. പിന്നീട് ജെറിയും മാർജും ചേർന്ന് വിൻഫാൾ ലോട്ടറിയുടെ ഹെഡിനെ കാണാനായി പോകുന്നു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ ലോട്ടറി വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അവരുടെ താല്പര്യത്തിന് റോൾ ഡൗൺ ഇവന്റ് ഉണ്ടാക്കുന്നുവെന്ന് ജെറി അധികാരികളോട് പറയുന്നു. അതിനാൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാനായി ലോട്ടറിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ലോട്ടറി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ജെറി ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും അധികാരികൾ അതിന് സമ്മതിക്കുന്നു. എല്ലാവർക്കും ഇനി ലോട്ടറി ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ടൈലർ അസ്വസ്ഥനാകുന്നു. എന്നാൽ ഇപ്പോഴും തനിക്ക് ജെറിയെ തോൽപ്പിക്കണമെന്ന വാശിയിലാണ് ടൈലർ. അതുകൊണ്ട് തന്നെ ആദ്യം ലോട്ടറി എടുത്ത രീതിയിൽ തന്നെ ലോട്ടറി എടുക്കാൻ ടൈലർ തീരുമാനിക്കുന്നു. എന്നാൽ ടൈലറിന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ഇനി തങ്ങൾ ടൈലറിനെ സപ്പോർട്ട് ചെയ്യുകയില്ല എന്നും മാതാപിതാക്കൾ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി നന്നായി പൂർത്തിയാക്കണമെന്നും പറയുന്നു. ഇതും ടൈലറിനെ വളരെയധികം അസ്വസ്ഥനാക്കുന്നു. ജെറി ഒരിക്കലും തനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് ടൈലറിന് മനസ്സിലാകുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടർക്ക് ജെറിയെ പറ്റിയും ടൈലറിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു. അതായത് എത്ര തവണ ഇരുവരും ലോട്ടറിയിൽ വിജയിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഇരുവരും എത്ര പണം സമ്പാദിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച റിപ്പോർട്ടർ ഒരിക്കൽ ജെറിയെ കാണാനായി ജെറിയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ റിപ്പോർട്ടർ ജെറി ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല എന്നും ജെറിയുടെ ടൗണിലുള്ള എല്ലാവർക്കും വേണ്ടിയാണെന്നും മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ റിപ്പോർട്ടർ തിരികെ ഓഫീസിലെത്തി എഡിറ്ററിനെ കാണുന്നു. ജെറിയുടെ വീട്ടിൽ കണ്ടതും റിപ്പോർട്ടർ മനസ്സിലാക്കിയ കാര്യങ്ങളുമെല്ലാം എഡിറ്ററിനോട് വിവരിക്കുന്നു. എന്നാൽ ന്യൂസ് പബ്ലിഷ് ചെയ്യണമെന്ന് തന്നെ എഡിറ്റർ ഉറച്ചു നിൽക്കുന്നു. അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ജെറിയുടെയും ടൈലറിന്റെയും വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ചു വരുന്നു. ഇത് കണ്ട ലോട്ടറിയുടെ അധികാരികൾ നടപടിയെടുക്കുന്നു. അന്നേ ദിവസം ലോട്ടറി എടുക്കാനായി പോയ ജെറിക്കും മാർജിനും ബില്ലി ന്യൂസ് പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. ജെറിയും ടൈലറും ലോട്ടറി എടുത്തിരുന്ന ഷോപ്പുകളുടെ ലൈസൻസ് ലോട്ടറി അധികാരികൾ ക്യാൻസൽ ചെയ്തുവെന്നും ബില്ലി പറയുന്നു. ഇതേ സമയം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ടൈലറിന്റെ അച്ഛൻ കടന്നു വരുന്നു. തന്റെ കയ്യിൽ കരുതിയ ന്യൂസ് പേപ്പർ ടൈലറിനെ കാണിച്ചിട്ട് നീ ഇവിടെ പഠിച്ചത് മതി എന്ന് പറയുന്നു. ടൈലറിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് ഉടൻ തന്നെ പോകണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റൊരിടത്ത് മാർജും മകളും ചേർന്ന് വീട്ടിലിരുന്ന് ന്യൂസ് കാണുന്നു. ന്യൂസിൽ വിൻഫോൾ കമ്പനി പഴയ സിസ്റ്റം മാറ്റി പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ ഇന്നത്തെ റോൾ ഡൗൺ ആയിരിക്കും ലാസ്റ്റ് റോൾ ഡൗൺ എന്നും ന്യൂസിൽ പറയുന്നുണ്ട്.